വെൽക്കം ബാക്ക്. പോലീസ് തുടരുന്നു. പാലക്കാട് മണ്ണാർക്കാട് പെട്രോൾ പമ്പ് ജീവനക്കാരെ പെട്രോൾ വാങ്ങാനെത്തിയ ആൾ മർദ്ദിച്ചതായി പരാതി. പെട്രോൾ പമ്പ് ജീവനക്കാരായ തോമസ് മാത്യു, പൂക്കാട്ടിൽ സിന്ധു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ പാലക്കാട് ചേരുന്നു. ഗോകുൽ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? മർദ്ദിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസ് നടപടിയായിട്ടുണ്ടോ? വൈകിട്ട് 7:00 ഇത്തരത്തിൽ പെട്രോൾ പമ്പ് ജീവനക്കാരായ 2 പേർക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കാഞ്ഞിരപ്പുഴ ഭാഗത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരായ തോമസ് മാത്യു, പൂക്കാട്ടിൽ സിന്ധു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പെട്രോൾ വാങ്ങാനെത്തിയ 2 പേരാണ്. ബൈക്കിലെത്തിയ 2 പേരിൽ ഒരാളാണ് ഇവരെ മർദ്ദിച്ചത് എന്നാണ് പരാതി. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പെട്രോൾ വാങ്ങാനെത്തിയ ആളുകൾ കുപ്പിയിൽ പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ജീവനക്കാർ അതിന് തയ്യാറായില്ല. ക്യാനുമായി വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ സമയത്ത് ഈ പെട്രോൾ വാങ്ങാനെത്തിയവർ ക്യാൻ ഇവിടെ നിന്ന് നൽകണമെന്ന് പറഞ്ഞതാണ് സംഘർഷത്തിന് കാരണമെന്നാണ് മനസ്സിലാവുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. പെട്രോൾ പമ്പ് ജീവനക്കാരും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ കൂടിയിട്ടാണ് ഈ അക്രമികളെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. ഈ അക്രമത്തിൽ പരിക്ക് പറ്റിയ സിന്ധുവിനെയും തോമസ് മാത്യുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. സുഹൈ, പെട്രോൾ പമ്പിൽ പെട്രോൾ വാങ്ങാനായി ക്യാൻ അവിടെ നിന്ന് തരണമെന്ന് ആവശ്യപ്പെട്ടാണ് 2 പേർ മർദ്ദിച്ചത്. ഒരാൾ മർദ്ദിച്ചത് എന്തായാലും ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.